ഹായ് എവരി വൺ. ഇങ്ക്ബ്ലോട്ട് നോട്ട്സിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ മാസ്കുലിനിറ്റി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് പെട്രിയാർക്കി ആൻഡ് വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 3 പാർട്ടുകളായി നിങ്ങളുടെ ആൻസറിനെ ഡിവൈഡ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് പാർട്ട് യു ഹാവ് ടു ഡിഫൈൻ മാസ്കുലിനിറ്റി. Second part, you have to write masculinity's relationship with patriarchy. The third one, you have to explain violence against the women. ഈ ഒരു പെട്രിയാർക്കൽ സിസ്റ്റത്തിൽ വിമൻ ഫേസ് ചെയ്യുന്ന വയലൻസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വയലൻസിനെ കുറിച്ചാണ് നിങ്ങൾ തേർഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടും 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു definition of masculinity. Define masculinity. Masculinity is a social and cultural concept that refers to the qualities, behavior, appearance and roles traditionally associated with men and boys. അപ്പം ശ്രദ്ധിക്കുക, മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൾച്ചറൽ കോൺസെപ്റ്റാണ്. ഈ മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റീസ് ആണ്, ബിഹേവിയർ ആണ്, അപ്പിയറൻസ് ആണ്, അല്ലെങ്കിൽ റോൾസ് ആണ് ട്രഡീഷണലി അസോസിയേറ്റഡ് വിത്ത് മെൻ ആൻഡ് ബോയ്സ്. അല്ലെ, നമുക്കറിയാം ട്രഡീഷണലി ബോയ്സിനും മെന്നിനും ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള, സൊസൈറ്റി ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്വാളിറ്റീസിനെയും ബിഹേവിയറിനെയും അപ്പിയറൻസിനെയും റോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രേറ്റ്സ് സച്ച് ആസ് സ്ട്രെങ്ത്, കറേജ്, അഗ്രസീവ്നെസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി വിച്ച് സൊസൈറ്റി എക്സ്പെക്ട് മെയിൽ ടു പൊസസ്. അല്ലെ, നമുക്ക് കാണാം ഈ ഒരു ട്രേറ്റ്സ്, ക്വാളിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് സാധാരണ മെൻ ആണ് കൂടുതൽ പവർഫുൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ കറേജസ് ആണ്, അവർ അഗ്രസീവ് ആണ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടത് മെയിലാണ്, അല്ലേ. അതുപോലെ തന്നെ അവർ അതോറിറ്റി ആയിട്ട് ഫാമിലിയിലാണെങ്കിലും മറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആണെങ്കിലും പല സ്ഥലങ്ങളിലും അവരൊരു അതോറിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പെരുമാറുന്നുണ്ട്, അല്ലേ. ഇങ്ങനെ ഈ ഒരു ക്വാളിറ്റീസിനെ, ട്രേഡ്സിനെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റി, അല്ലേ. ഇങ്ങനെ മെയിലിന് അല്ലെങ്കിൽ മെൻ ബോയ്സിനൊക്കെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ക്വാളിറ്റീസിനെയും ബിഹേവിയറിനെയും അപ്പിയറൻസിനെയും റോൾസിനെയും ഒക്കെയാണ് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, masculinity is not natural or fixed, rather it is socially constructed, meaning that society decides how men should dress, behave, speak ആൻഡ് ആക്ട്. നമ്മൾ കാണാം ഈ ഒരു മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ അല്ല, ഫിക്സഡ് അല്ല. ഇത് സൊസൈറ്റിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, ടൈമിനനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ചൊക്കെ ഈ ഒരു റോൾസും ക്വാളിറ്റീസും ബിഹേവിയറിലൊക്കെ വ്യത്യാസപ്പെടും, അല്ലേ. അപ്പം ഈ ഒരു മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, അല്ലേ. ഓരോ സൊസൈറ്റിയും കൺസ്ട്രക്ട് ചെയ്തതാണ്, അല്ലേ. അപ്പം നമുക്കറിയാം ഈ പറയുന്ന എല്ലാ മെന്നും പവർഫുൾ ആവണമെന്നില്ല, കറേജസ് ആവണമെന്നില്ല, അഗ്രസീവ് ആവണമെന്നില്ല, അല്ലെ. വീക്കായിട്ടുള്ള മെന്നുണ്ടാവാറുണ്ട്, അല്ലേ. അതുപോലെ തന്നെ ചില മെയിൽ വിമനും എന്താണ്, കൂടുതൽ പവർഫുൾ ആണ്, കറേജസ് ആവാറുണ്ട്, അല്ലേ. അപ്പം ഇതൊരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ. അതുപോലെ തന്നെ മീനിങ് ദാറ്റ് സൊസൈറ്റി ഡിസൈഡ്സ് ഹൗ മെൻ ഷുഡ് ഡ്രസ്, ബിഹേവ്, സ്പീക്ക് ആൻഡ് ആക്ട്. അതുപോലെ തന്നെ സൊസൈറ്റി തീരുമാനിക്കുന്നതാണ് എങ്ങനെ മെയിൽ ഡ്രസ് ചെയ്യണം, ബിഹേവ് ചെയ്യണം, സ്പീക്ക് ചെയ്യണം, സംസാരിക്കണം, എങ്ങനെ ആക്ട് ചെയ്യണം, അല്ലേ. ഈ ഒരു സോഷ്യൽ എക്സ്പെക്റ്റേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ദീസ് എക്സ്പെക്റ്റേഷൻസ് ഡിഫർ ഫ്രം വൺ കൾച്ചർ ആൻഡ് സൊസൈറ്റി ടു അനദർ ആൻഡ് മേ ഓൾസോ ചേഞ്ച് ഓവർ ടൈം, അല്ലേ. അതുപോലെ തന്നെ അത് കൾച്ചർ അനുസരിച്ച്, ഇന്ത്യൻ കൾച്ചറിലുള്ള മാസ്കുലിനിറ്റി ആവില്ല എവിടെ യൂറോപ്പിൽ ഉണ്ടാവുന്നത്, അല്ലേ. അപ്പം സമയത്തിനനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് ഈ ഒരു മെന്നിനും ബോയ്സിനും ഒക്കെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ക്വാളിറ്റീസിലും ബിഹേവിയറിലും അപ്പിയറൻസിലും ഒക്കെ എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നോക്കാം മാസ്കുലിനിറ്റി ആൻഡ് പെട്രിയാർക്കി. ഇവ തമ്മിലുള്ള റിലേഷൻ എന്തെന്ന് നോക്കാം. മാസ്കുലിനിറ്റി ആൻഡ് പെട്രിയാർക്കി ആർ ക്ലോസ്ലി റിലേറ്റഡ് കോൺസെപ്റ്റ്, because both are connected with male power and dominance in society. അപ്പോൾ ഈ പെട്രിയാർക്കി ആണെങ്കിലും മാസ്കുലിനിറ്റി ആണെങ്കിലും ഈ രണ്ട് ടേമും മെയിൽ പവറും മെയിൽ ഡോമിനൻസുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെ. എങ്ങനെ കണക്റ്റഡ് ആവുന്നത് നോക്കൂ. പെട്രിയാർക്കി റെഫേഴ്സ് ടു ദ സോഷ്യൽ സിസ്റ്റം in which men hold authority and dominate women as well as the other men through the institutions such as family, religion, education, politics and economy, അല്ലേ. ഇപ്പം നമുക്ക് കാണാം
ഈ പെട്രിയാർക്കിയും അതുപോലെ തന്നെ മാസ്കുലിനിറ്റി തമ്മിലുള്ള റിലേഷൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം നോക്കാം എന്താണ് പെട്രിയാർക്കി. പെട്രിയാർക്കി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റമാണ് അല്ലേ, ഒരു സംവിധാനമാണ്, ഒരു സോഷ്യൽ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ? മെൻ ഹോൾഡ് അതോറിറ്റി ആൻഡ് ഡോമിനേറ്റ് വിമൻ അല്ലേ. അപ്പം മെൻ അതോറിറ്റി, പവർ ഹോൾഡ് ചെയ്യുന്ന, വിമനെ ഡോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിനെയാണ്, സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെട്രിയാർക്കി എന്ന് പറയുന്നത് അല്ലേ. അപ്പം എങ്ങനെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്, സംവിധാനങ്ങളിലൂടെയാണ്? ഫാമിലിയിലൂടെ, റിലീജിയൻ, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ് ആൻഡ് ഇക്കണോമി അല്ലേ. അപ്പം നമുക്കറിയാം ഫാമിലിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? മെയിലായിരിക്കും, ഫാദർ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ റിലീജിയൻ നോക്കൂ, മെജോറിറ്റി റിലീജിയൻ പൊസിഷൻസ് ഒക്കെ, റിലീജിയസ് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മെയിലായിരിക്കും അല്ലേ. എഡ്യൂക്കേഷൻ സംവിധാനമാണെങ്കിൽ, പൊളിറ്റിക്സിലാണെങ്കിലൊക്കെ നമുക്ക് കാണാം ആരുടെ ഡോമിനേഷനാണ്? മെയിൽ ഡോമിനേഷൻ. അങ്ങനെ മെയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്, സംവിധാനത്തിന് പറയുന്ന പേരാണ് പെട്രിയാർക്കി അല്ലേ. എന്നാലോ മാസ്കുലിനിറ്റി നോക്കുന്നെങ്കിൽ, മാസ്കുലിനിറ്റി ഓൺ ദി അതർ ഹാൻഡ് റെഫേഴ്സ് ടു ദി socially constructed qualities, behaviors and the role expected from men. അപ്പം മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ക്വാളിറ്റീസിനെയാണ്, ബിഹേവിയർ റോൾസിനെയൊക്കെയാണ് നമ്മൾ മാസ്കുലിനിറ്റിനെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന മെയിലിൻ്റെ ട്രേഡ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? മാസ്കുലിനിറ്റി എന്ന് നമ്മൾ പറയുന്നത്. വൈൽ പെട്രിയാർക്കി ഓപ്പറേറ്റ്സ് ത്രൂ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മാസ്കുലിനിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ദ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽ അല്ലേ. അപ്പോൾ പെട്രിയാർക്കി ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. അതേ സമയത്ത് മാസ്കുലിനിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ആരുടെ? മെയിലിൻ്റെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് അല്ലേ. മെയിൽസിൻ്റെ ആറ്റിറ്റ്യൂഡിലൂടെയും അതുപോലെ തന്നെ ബിഹേവിയറിലൂടെയാണ് എന്ത് എക്സ്പ്രസ് ചെയ്യുന്നത്? മാസ്കുലിനിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നോക്കാം. The relationship between the two can be understood by noting that many traditional masculine traits such as aggression, control, authority and dominance are encouraged by പെട്രിയാർക്കൽ സൊസൈറ്റി. ഇവിടെയാണ് റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ ട്രഡീഷണൽ മാസ്കുലിൻ ട്രേറ്റ്സുകൾ അല്ലേ, മാസ്കുലൈൻ ക്വാളിറ്റീസ് ആയിട്ട് വരുന്ന ഏതൊക്കെ? അഗ്രഷനും, കൺട്രോളും, അതോറിറ്റിയും, ഡോമിനൻസും ഒക്കെ എൻകറേജ് ചെയ്യുന്നത് ആരാണോ? പെട്രിയാർക്കിയാണ് അല്ലെ. ഈ ഒരു സിസ്റ്റമാണ്. നമുക്കറിയാം മെൻ മെയിലിനെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു കാരണം, അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതോറിറ്റേറ്റീവായി പെരുമാറാൻ വേണ്ടി, ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നത് ആരാണോ? ഈ പെട്രിയാർക്കൽ സിസ്റ്റമാണ്. അപ്പം നോട്ട് ചെയ്യുക, പെട്രിയാർക്കൽ സിസ്റ്റവും മാസ്കുലിനിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ മാസ്കുലിനിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത് ആരാണോ? പെട്രിയാർക്കിയാണ്. ഓക്കെ. പെട്രിയാർക്കി ക്രിയേറ്റ് ദ സ്റ്റാൻഡേർഡ് ഫോർ ഹൗ റിയൽ മെൻ അല്ലേ. അപ്പം പെട്രിയാർക്കി ആ ഒരു സിസ്റ്റമാണ് ഓരോ മെയിലിനെയും ബോയ്സിനെയും പഠിപ്പിക്കുന്നത്. റിയൽ മെൻ, ഒരു ഐഡിയൽ മെൻ എങ്ങനെ ആയിരിക്കണം? ഐഡിയൽ മെൻ എന്ന് പറയുന്നത് എന്താ? അഗ്രസീവ് ആയിരിക്കണം, കൺട്രോൾ ചെയ്യണം, അതോറിറ്റേറ്റീവ് ആയിരിക്കണം ഓവർ ദി വിമൻ അല്ലേ. ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ടീച്ച് ചെയ്യുന്നത്, മാസ്കുലിനിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാടോ? ഈ പെട്രിയാർക്കൽ സിസ്റ്റമാണ് അല്ലേ. അപ്പം അതൊന്ന് പ്രത്യേകം റിലേഷന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. Although the two terms are often used interchangeably, they are different അല്ലേ. നമ്മൾ പലപ്പോഴും ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട് ഈ രണ്ട് കോൺസെപ്റ്റുകൾ നമ്മൾ പരസ്പരം യൂസ് ചെയ്യാറുണ്ട് അല്ലേ, ഇൻ്റർചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. പെട്രിയാർക്കി ഈസ് എ സിസ്റ്റം ഓഫ് മെയിൽ ഡോമിനൻസ് വേർ ദ മാസ്കുലിനിറ്റി ഈസ് ദ വേ ദ മെയിൽ ഐഡൻറ്റിറ്റി, ജെൻഡർ റോൾസ് ആർ പെർഫോംഡ് വിത്തിൻ ദാറ്റ് സിസ്റ്റം. അപ്പം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, പെട്രിയാർക്കി എന്ന് പറയുന്നത് മെയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. എന്നാൽ അതേ സമയത്ത് മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ സെയിം സിസ്റ്റത്തിൽ മെയിൽ ഐഡൻറ്റിറ്റി എന്താണ്, ജെൻഡർ റോൾസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ് മാസ്കുലിനിറ്റി. ഓക്കെ. ദ സ്റ്റഡി ഓഫ് മാസ്കുലിനിറ്റി ഓൾസോ ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ പെട്രിയാർക്കി ഹാംസ് മെൻ by forcing them to follow rigid expectations and by creating the fear of appearing weak or less masculine അല്ലെ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ മാസ്കുലിനിറ്റി നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പെട്രിയാർക്കി സിസ്റ്റം അല്ലെ എങ്ങനെയാണ് മെന്ന് ഹാംഫുൾ ആയിട്ട് മാറുന്നത് അല്ലെ. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു മാസ്കുലിനിറ്റി, ഈ ഒരു ട്രേറ്റ്സ്, എക്സ്പെക്റ്റഡ് ക്വാളിറ്റീസ് അല്ലെ, മെയിലിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ക്വാളിറ്റീസ് പലപ്പോഴും ഒരുപാട് പ്രഷർ ആർക്ക് നൽകുന്നുണ്ട്? മെയിലിന് നൽകുന്നുണ്ട്. കാരണം ഈ ഒരു സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എല്ലാ മെന്നിനും എന്താവണമെന്നില്ല, മാറാൻ പറ്റണമെന്നില്ല അല്ലെ, എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വരാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ദ സ്റ്റഡി ഓഫ് മാസ്കുലിനിറ്റി ഓൾസോ ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് ഹൗ പെട്രിയാർക്കി ഹാംസ് മെൻ by forcing them to follow rigid expectation and by creating fear of appearing weak or less masculine. Thus masculinity both support
ആൻഡ് ഈ ഷേപ്ഡ് ബൈ പെട്രിയാർക്കി. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട മെയിൻ പോയിന്റ് ഇങ്ങനെയാണ്, മാസ്കുലിനിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത്, ഷേപ്പ് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് എന്താണ്? പെട്രിയാർക്കിയാണ്, പെട്രിയാർക്കൽ സിസ്റ്റമാണ്. ഓക്കെ, മൂന്നാമത്തെ പാർട്ടാണ് മാസ്കുലിനിറ്റി ആൻഡ് വയലൻസ് എഗെയിൻസ്റ്റ് ദി വിമൻ. Masculinity and violence against women are closely connected in patriarchal society, where men are expected to be dominant, പവർഫുൾ ആൻഡ് കൺട്രോളിങ് അല്ലേ. അപ്പം നമുക്കറിയാൻ സാധിക്കും ഈ രണ്ട് ടേമും വളരെ കണക്റ്റഡ് ആണ്, ക്ലോസ്ലി കണക്റ്റഡ് ആണ്. പെട്രിയാർക്കൽ സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ പെട്രിയാർക്കൽ സിസ്റ്റമാണ് എന്തിനെ എൻകറേജ് ചെയ്യുന്നത്? മാസ്കുലിനിറ്റി എൻകറേജ് ചെയ്യുന്നത്. അപ്പം മാസ്കുലിനിറ്റിയുടെ ചില ട്രേറ്റുകളാണ് അഗ്രസീവ് ആവുക എന്നുള്ളത് അല്ലേ. അപ്പം ആ ഒരു അഗ്രസീവ് ആവാൻ വേണ്ടി, വയലൻ്റ് ആവാൻ വേണ്ടി ഓരോ മെന്നിനെയും പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണോ? ഈ ഒരു പെട്രിയാർക്കൽ സിസ്റ്റമാണ്. അപ്പം ഈ ഒരു ട്രയാങ്കിൾ റിലേഷൻഷിപ്പാണ് വരുന്നത്. മാസ്കുലിനിറ്റി എന്ന് പറയുന്ന സിസ്റ്റമാണ്. ആ സിസ്റ്റമാണ് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? എൻകറേജ് ചെയ്യുന്നത്, മാസ്കുലിനിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മാസ്കുലിനിറ്റി ട്രേറ്റ്സ് ആണ് എന്ത്? അഗ്രസീവ് ആവുക എന്നുള്ളത്. അപ്പം ആ ഒരു പ്രൊമോഷനാണ് പലപ്പോഴും എന്തിന്? മാസ്കുലിനിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു വയലൻസിനെയും അഗ്രഷനൊക്കെ വിമൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു സൊസൈറ്റി, പെട്രിയാർക്കൽ സൊസൈറ്റിയാണ് മാസ്കുലിനിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. ആ ഒരു മാസ്കുലിനിറ്റിയാണ് എവിടേക്ക് പോകുന്നത്? അഗ്രസീവായിട്ട് മാറാൻ വേണ്ടി അതോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ട്രഡീഷണൽ ഐഡിയാസ് ഓഫ് മാസ്കുലിനിറ്റി ഓഫൻ എൻകറേജ് മെൻ ടു ഷോ ഹൗ അതോറിറ്റി ഓവർ വിമൻ ത്രൂ ദ അഗ്രഷൻ ആൻഡ് വയലൻസ്. അപ്പം നമ്മുടെ ഒരു ട്രഡീഷണൽ മാസ്കുലിനിറ്റിയാണ് മെന്നെ എന്ത് ചെയ്യുന്നത്? എൻകറേജ് ചെയ്യുന്നത്. ഏതിൽ എന്തിനു വേണ്ടി? അഗ്രഷനിലേക്ക് പോകാനും വയലൻസിലേക്ക് പോകാനും ഒക്കെ മെന്നിനെ പ്രൊമോട്ട് ചെയ്യുന്നത് മാസ്കുലിനിറ്റിയാണ്. ഓക്കെ, മെനി മെൻ ബിലീവ് ദാറ്റ് ദേ ഹാവ് ദ റൈറ്റ് ടു കൺട്രോൾ ദെയർ വൈഫ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് വയലൻസ് ഈസ് സംടൈം യൂസ്ഡ് ആസ് എ വേ ടു എൻഫോഴ്സ് ഒബീഡിയൻസ് ആൻഡ് മെയിൻറ്റെയിൻ പവർ അല്ലെ. പല മെന്നും നമുക്കറിയാൻ സാധിക്കും വിശ്വസിക്കുന്നത് ദേ ഹാവ് ദ റൈറ്റ് ടു കൺട്രോൾ ഓവർ ദ വൈഫ് ആൻഡ് അതർ ഫാമിലി മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട്, അവകാശമുണ്ട് എന്നുള്ള രൂപത്തിൽ മെന്നിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റവും മാസ്കുലിനിറ്റിയാണ്. വയലൻസ് ഈസ് സംടൈംസ് യൂസ്ഡ് ആസ് എ വേ ഓഫ് എൻഫോഴ്സ് ഒബീഡിയൻസ് ആൻഡ് മെയിൻറ്റെയിൻ പവർ. മറ്റൊന്ന് നോക്കാം. In many society, domestic violence is considered a private family matter and is often ignored by community. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഈ ഡൊമസ്റ്റിക് വയലൻസിന് ഒരു പ്രൈവറ്റ് ഫാമിലി മാറ്റേഴ്സ് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഒരു ഇഷ്യൂസിനെ പലപ്പോഴും ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റഡി ഇൻ ഇന്ത്യ ഷോസ് that many married women accept domestic violence as a normal part of the married life because of the social conditioning and cultural belief. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. അതൊരു സോഷ്യൽ കണ്ടീഷനിങ് നടന്നിട്ടുണ്ട് ഈ ഒരു കേസിൽ. കാരണം ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് പലപ്പോഴും സോഷ്യൽ കണ്ടീഷനിങ്ങിലൂടെ അതൊരു നോർമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ഭാഗമായിട്ട് ഫാമിലിയുടെ പാർട്ട് ആൻഡ് പാർസലായിട്ട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പെട്രിയാർക്കൽ വാല്യൂസ് ടീച്ച് വിമൻ ടു ടോളറേറ്റ് വയലൻസ് ആൻഡ് ടീച്ച് മെൻ ടു അഗ്രഷൻ ഈസ് എ സൈൻ ഓഫ് മാസ്കുലിനിറ്റി അല്ലേ. അപ്പം പെട്രിയാർക്കൽ വാല്യൂസ് വിമനെ അത് നാച്ചുറലായിട്ട് ടീച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെന്നിനെ എങ്ങനെ ടീച്ച് ചെയ്തിട്ടുണ്ട്? ടീച്ച് മെൻ ദാറ്റ് അഗ്രഷൻ ഈസ് എ സൈൻ ഓഫ് മാസ്കുലിനിറ്റി. അഗ്രസീവ് ആകുക എന്നുള്ളത് അതൊരു മാസ്കുലിനിറ്റിയുടെ ഭാഗമാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? മെന്നെയും പെട്രിയാർക്കൽ സൊസൈറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. വയലൻസ് വിത്തിൻ ദ ഫാമിലി ഓൾസോ ഇൻഫ്ലുവൻസസ് ചിൽഡ്രൻ. ബോയ്സ് ഹൂ ഗ്രോ up witnessing violence may learn to repeat the same behavior in adulthood, while girls may learn to accept വയലൻസ് സൈലൻ്റ്ലി അല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് പലപ്പോഴും ഒരു നെഗറ്റീവ് സൈന് വരുന്നത് ഇത് ബോയ്സിന് അല്ലേ, ബോയ്സിന് ഒരു വീണ്ടും സ്വന്തം ഫാദറിനെ പോലെ ഡോമിനേറ്റ് ചെയ്യാനും വയലൻ്റ് ആവാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയും, അതുപോലെ തന്നെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ദേ മേ ലേൺ ടു ആക്സെപ്റ്റ് വയലൻസ് സൈലൻസ്ലി അല്ലേ. വയലൻസ് സൈലൻ്റ് ആയിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഗേൾസിൻ്റെ ഭാഗത്തുനിന്നും വരും അല്ലേ. ദസ് ഡൊമസ്റ്റിക് വയലൻസ് ഹെൽപ്പ് ഇൻ കണ്ടിന്യൂയിങ് അൺഈക്വൽ ജെൻഡർ റോൾ അക്രോസ് ദി ജനറേഷൻ. അപ്പം ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് പലപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതിന് കാരണമാവും. എങ്ങനെ? ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. പെട്രിയാർക്കൽ സൊസൈറ്റി ഓൾസോ expect
Okay. Patriarchal society also expect men to act as a providers and protectors of the family. അല്ലെ, അപ്പം നമുക്കറിയാൻ സാധിക്കും ഓരോ ഫാമിലിയിലും മെയിൽ എന്ന് പറയുന്നത്, മെൻ എന്ന് പറയുന്നത് ബ്രെഡ് വിന്നേഴ്സ് ആണ്, പ്രൊട്ടക്ടേഴ്സ് ആണ്. അല്ലെ, ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്രൊട്ടക്ടേഴ്സ് ആവുന്ന സമയത്ത്, ബ്രെഡ് വിന്നേഴ്സ് ആവുന്ന സമയത്ത് ഈ മെൻ വിചാരിക്കുന്നത് ഈ ഡോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ്സ് ആർക്കുണ്ടെന്ന്, മെയിലുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെ, ഇൻ ദ നെയിം ഓഫ് പ്രൊട്ടക്ടിങ് ദ ഫാമിലി ഓണേഴ്സ് ഡിസിപ്ലിൻ, men often justify violent behavior. Therefore, violence against women becomes linked with the traditional ideas of masculinity, power and male domination. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ശ്രദ്ധിക്കാം, ഡിഫൈൻ മാസ്കുലിനിറ്റി ആൻഡ് പെട്രിയാർക്കി, ദെൻ മാസ്കുലിനിറ്റി ആൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് ദി വിമൻ. ഈ ഒരു 3 ടോപ്പിക്കാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.